പലർക്കും ഉള്ളൊരു സംശയമാണ് ആയുർവേദ മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലിവറിന് ഡാമേജ് വരുമോ? മെറ്റലിക് ടോക്സിസിറ്റി വരാറുണ്ടോ? ഇതിന്റെ സത്യാവസ്ഥയെ പറ്റി ആയുസ് വെൽനസ് ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡയറക്ടറോട് നമുക്ക് ചോദിക്കാം. ആയുർവേദ ഔഷധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൈഷജ്യ കൽപ്പന ശാസ്ത്രമാണ് ഇതിന്റെ നിർമ്മാണ വിധി വിവരിക്കുന്നത്. ഇന്ന് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഏറ്റവും സംശുദ്ധമായ രീതിയിലാണ് ആയുർവേദ ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആയുർവേദത്തിലെ ഔഷധങ്ങൾ മിക്കവാറും സംശുദ്ധമായ ഹെർബൽ ഔഷധങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്തുള്ള നിയമങ്ങൾ, നിഷ്കർഷങ്ങൾ ഒക്കെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ചെയ്യുന്നത്. ഓരോ മരുന്നിന്റെയും ക്രോമാറ്റോഗ്രാഫിക് സ്റ്റഡി നടത്തി വരുന്നു. റിസർച്ച് ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് വഴി ഓരോ മരുന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് പരിശോധിക്കപ്പെടുന്നുണ്ട്. തന്നെയുമല്ല, ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏറ്റവും പൊല്യൂഷൻ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുകയും കൂടാതെ ഈ തരത്തിലുള്ള പൊല്യൂഷൻ ജനിതമായ ഹെവി മെറ്റൽസ് ഉണ്ടാവാത്ത രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായി, ഓർഗാനിക് ഫാമിംഗ് വഴി ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ നടത്തി വരുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ തന്നെ ആയുഷ് പ്രീമിയം ഔഷധങ്ങൾ ഏറ്റവും അഗ്രമായ വ്യവസ്ഥകളോടുകൂടിയാണ് ഉൽപ്പാദിപ്പിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ എന്തെങ്കിലും ഹെവി മെറ്റൽ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ ശാസ്ത്രീയമായ നിർമ്മാണ പ്രക്രിയ വഴി അത് കണ്ടുപിടിക്കാൻ സാധ്യമാണ്. അതിന്റെ കാര്യങ്ങൾ ഒഴിവാക്കാനും സാധ്യമാണ്. അതുകൊണ്ട് മരുന്നുകളിൽ ഹെവി മെറ്റൽസ് ഉണ്ട് മുതലായ കാര്യങ്ങൾ ജൽപ്പനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് സംശുദ്ധമായ ഹെർബൽ ഔഷധങ്ങൾ ആയുർവേദ പരമ്പരാഗത രീതി പ്രകാരം ഉണ്ടാക്കുകയും അത് ശാസ്ത്രീയമായ രീതിയിൽ അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ തരത്തിലുള്ള യാതൊരു വിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. ഈ ഹെർബൽ മെഡിസിനുകൾ മുഴുവനും സേഫ് ആയ മെഡിസിനുകളാണ്.